Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള essay ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. അതിൽ ഒരു സ്ഥാപനത്തിൽ മൈക്രോ എൻവയോൺമെൻറ്റും ഉണ്ട്, മാക്രോ ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും എലമെൻറ്റ്സ് നോക്കണം. 3 വെയിറ്റേജിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് മൈക്രോ എൻവയോൺമെൻറ്റ്, അതിൻ്റെ എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സ് മാക്രോൻ്റെ കൂടുതൽ നമ്മൾ SCക്കാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ മാക്രോയും കൂടിയും മെൻഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 എൻവയോൺമെൻറ്റും എന്തെങ്കിലും നോക്കി വയ്ക്കണം. ഏതെങ്കിലും ഒരു എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ട് പലപ്പോഴും വരാറുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ കോൺട്രിബ്യൂഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നതാണ്. അല്ല, ആദ്യത്തെയാണ് പോർട്ടേഴ്സ്, മൈക്കിൾ പോർട്ടേഴ്സ് ജനറിക് സ്ട്രാറ്റജീസ്. ജനറിക് സ്ട്രാറ്റജീസ്. അതുപോലെ തന്നെ മിൻസ്ബർഗ് രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക കേട്ടോ. മിൻസ്ബർഗ്സ് 5 P's അത് നോക്കാം. 5 P's സ്ട്രാറ്റജി. രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഒരാളുടെയാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഇനി നെക്സ്റ്റ് മെർജറെ പറ്റിയിട്ട് പലപ്പോഴും വരാറുണ്ട്. 4 ടൈപ്സ് ഓഫ് മെർജേഴ്സ് വിത്ത് എക്സാമ്പിൾസ് നിർബന്ധമായും നോക്കുക. പിന്നെ മറ്റൊരു ടോപ്പിക്കാണ് ബാലൻസ് സ്കോ കാർഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബാലൻസ് സ്കോ കാർഡ് 2 വെയിറ്റേജിനും വരാറുണ്ട്, അതുപോലെ തന്നെ 3 വെയിറ്റേജിനും വരാറുണ്ട്. പിന്നെ KPI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് സോട്ട് അനാലിസിസ്, ETOP ഇതൊക്കെ നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ വാല്യൂ ചെയിൻ അനാലിസിസ്, ദെൻ കോർപ്പറേറ്റ് പോർട്ട്ഫോളിയോ അനാലിസിസ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഡ്യൂപോണ്ട് കൺട്രോൾ മോഡൽ. ഇതൊക്കെ മാറി വരാറുണ്ട്. ഇതുവരെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിലാണ് പറയുന്നത്. പിന്നെ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഫോർകാസ്റ്റിംഗ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഫോർകാസ്റ്റിംഗ് environmental factors. നോക്കി വെച്ചോളോ, നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി 7 ചോദ്യങ്ങളാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അതിൽ 4 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ബേസിക് ചോദ്യം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോസസ്സ് SAക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ബേസിക് കാര്യങ്ങൾ എന്തായാലും നോക്കി വയ്ക്കുക.
സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ബേസിക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 3 കാര്യങ്ങളുണ്ട്. വിഷൻ, മിഷൻ, ഗോൾ, ഒബ്ജക്റ്റീവ്സ്. ഈ പറയുന്നതിനെ പറ്റിയിട്ട് നിർബന്ധമായും പഠിക്കണം. അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ 2 പറ്റിയിട്ടോ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻസ്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ എന്താണ് ചോദിക്കാം. സ്ട്രാറ്റജിക് ഫോർമുലേഷൻ, അതിൻ്റെ സ്റ്റെപ്സ് ചോദിക്കാം. ഓക്കെ, ദെൻ പല സ്ട്രാറ്റജീസിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി, ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജീസ്, retrenchment സ്ട്രാറ്റജീസ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഡിവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജീസ്, റിട്രിച്ച്മെൻറ്റ് സ്ട്രാറ്റജീസ്, പിന്നെ എക്സ്പാൻഷൻ സ്ട്രാറ്റജി, സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി, ഇതൊക്കെ നമ്മൾ SCക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും സ്ട്രാറ്റജീസ് മാറി മാറി അങ്ങോട്ട് വരാം, മെൻഷൻ ചെയ്ത് വയ്ക്കാം, പഠിക്കേണ്ടതാണ്. എക്സ്പാൻഷൻ ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, പല സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ. ഗ്രോത്ത് സ്ട്രാറ്റജീനെയാണ് പറയാം. പിന്നെ ഫങ്ഷണൽ, കോപ്പറേറ്റീവ്. അപ്പോൾ ഏതെങ്കിലും 1-2 സ്ട്രാറ്റജീസ് പലപ്പോഴും ചോദിക്കാറുണ്ട്, നിർബന്ധമായും പഠിക്കുക. ദെൻ SCക്ക് പ്രതീക്ഷിക്കുന്നൊരു ടോപ്പിക്കാണ്. അതിൽ ചില സമയത്ത് അത് 3 വെയിറ്റേജിൻ്റെ ആയിട്ടും ഇടാറുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്താണ്, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ സ്ട്രാറ്റജി ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ, ഇതും ചോദിക്കാറുണ്ട്. ഈ 2 നിർബന്ധമായും പഠിക്കണം. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട് 3 വെയിറ്റേജിൻ്റെ കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു സജഷൻ നൽകാനുള്ളത് 3 വെയിറ്റേജിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗും ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ചോയ്സ് ഉണ്ട്. സ്ട്രാറ്റജിക് ചോയ്സ്, പിന്നെ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി മാറി വരുന്ന കുറച്ച് ഏരിയാസാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എൻവയോൺമെൻറ്റിൽ മൈക്രോ മാക്രോ നിർബന്ധമായും പഠിക്കുക. ദെൻ പോർട്ടർ, മിൻസ്ബർഗ്, മെർജറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ബാലൻസ് സ്കോർകാർഡ്, KPI, SWOT, ദെൻ ETOP, പിന്നെ SBU വരാറുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ 2 വെയിറ്റേജിൻ്റെ ആയിരിക്കാൻ വരാം. വാല്യൂ ചെയിൻ അനാലിസിസ്, കോർപ്പറേറ്റ് പോർട്ട്ഫോളിയോ, ഡ്യൂപോൺ കൺട്രോൾ മോഡൽ. ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഫോർകാസ്റ്റിംഗ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണ്, ബേസിക്സ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും. മിഷൻ, വിഷൻ, ഒബ്ജക്റ്റീവ്സ്, ഗോൾ, ഇതിനെ പറ്റിയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ്. സ്ട്രാറ്റജിക് ഫോർമുലേഷൻ എന്താണ്, ഡിവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി, പല സ്ട്രാറ്റജീസിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇംപ്ലിമെൻറ്റേഷനും ഇവാലുവേഷനും കൺട്രോൾ, പിന്നെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ചോയ്സ്. ഓക്കെ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ പാർട്ട് ബിയിൽ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.